ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മാങ്ങയൊക്കെ വീട്ടിൽ തന്നെ ഉപ്പിലിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ മാങ്ങ മാത്രമല്ല വേറൊരു ഐറ്റം കൂടി ഉപ്പിലിടുന്ന രീതി ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഉപ്പിലിട്ടുകയാണെങ്കിൽ ആ ഒരു ഉപ്പിലിട്ടതിൽ പൂപ്പൽ വരുന്ന പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള ടിപ്സും കൂടി ഞാൻ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. അപ്പോൾ ഇത് ഉപ്പിലിട്ടെടുക്കാനായിട്ട് ഞാൻ ഇതാ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാങ്ങയ്ക്ക് നമ്മുടെ നാട്ടിൽ കോമാങ്ങെന്നും പിന്നെ കർമൂസ മാങ്ങെന്നും ഒക്കെ പറയും കേട്ടോ. ഇതിന് വലിയ പുളിയൊന്നും ഉണ്ടാകത്തില്ല. സാധാരണ നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് പച്ചയ്ക്ക് തിന്നുന്ന ടൈപ്പ് മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ കഴുകിയെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിത് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ കഴുകിയിട്ട് തുടച്ചെടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുകി ഉടനെ തന്നെ തുടച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കട്ട് ചെയ്ത ടൈമിൽ ഇതുപോലെ കുറച്ചൊന്ന് ആഴത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗം ചില മാങ്ങകളിൽ നന്നായിട്ട് ചെനയുണ്ടാവും കേട്ടോ. നമ്മുടെ ആ ഒരു മാങ്ങയുടെ ഒരു കറ ഉണ്ടാവുമല്ലോ, അതിനാണ് കേട്ടോ ചെന എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്ന ടൈമിൽ ആ ചെനയുടെ ഭാഗം അങ്ങ് പോയിക്കോളും, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. ഇപ്പം ഞാനിത് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ മാങ്ങയുടെ തൊലി കളയാതെയാണ് കേട്ടോ ഉപ്പിലിടാൻ വേണ്ടി പോകുന്നത്. ഇതിന് വലിയ കട്ടിയില്ലാത്ത തൊലിയാണ്, അതുകൊണ്ട് ഞാൻ തൊലി കളയുന്നില്ല. ഇൻ കേസ് കട്ടിയുള്ള തോലൊക്കെ ആണെങ്കിൽ തൊലി കളഞ്ഞിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ഇനി ഞാൻ ഈ ഒരു കനത്തിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഗ്ലാസ് ജാറാണ്. ഇതുപോലെ ഉപ്പിലിടാനൊക്കെ കഴിയുന്നതും ഗ്ലാസ് ജാറാണ് നല്ലത്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇപ്പം ഞാനിത് ഗ്ലാസ് ജാറൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഞാനൊരു ടിഷ്യൂ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ വരും. അപ്പം ഇതൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളകാണ് കേട്ടോ നല്ലത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ടൈം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായാലും കുറഞ്ഞ് തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഈ ഒരു വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങ പെട്ടെന്നൊന്നും അടിഞ്ഞു പോകത്തില്ല കേട്ടോ. മാത്രമല്ല ഈ ഒരു മാങ്ങയുടെ മുകളിലുണ്ടാകുന്ന പാട പോലെ ഉണ്ടാവുമല്ലോ, ആ ഒരു പാട പോലെയുള്ള സംഭവമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ആ ഒരു വിനാഗിരിയുടെ കുപ്പിയുടെ 2 അടപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 മാങ്ങയിലുള്ളൂ. അത് മാത്രമല്ല ഈ ഒരു ഉപ്പിലിട്ടത് കുറേ നാളൊന്നും ഇവിടെ ഓണത്തില്ല കേട്ടോ, പെട്ടെന്ന് കാലിയാവും. അപ്പോൾ ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ കുറേ മാങ്ങയൊക്കെ ഉണ്ട്, അധികം പുളിയില്ലാത്ത മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു 1/4 കപ്പോളം വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഈ ഒരു മാങ്ങ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക കേട്ടോ. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പൂപ്പലൊന്നും വരില്ല. മാത്രമല്ല കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ മാങ്ങ നമുക്ക് ഉപ്പിലിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഉപ്പിലിടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗ്രീൻ ആപ്പിളാണ്. ഈ ഒരു ഐറ്റം ഇതുവരെ ഉപ്പിലിട്ട് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ഉപ്പിലിട്ട് കഴിച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 3 ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ആപ്പിൾ എടുക്കുന്ന ടൈമിൽ കുറച്ചൊരു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഗ്രീൻ ആപ്പിൾ താഴെ വീണ് ഉടവോ ചതവോ ഉണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്, പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ ഞാനിപ്പോൾ 4 ഗ്രീൻ ആപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയി. അപ്പോൾ അതിൽ ചെറിയൊരു ഉടവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിലൊക്കെ ചതവുള്ളതൊക്കെ ആണെങ്കിൽ എടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തുടച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇത് നമുക്ക് നമ്മുടെ സാധാരണ ആപ്പിളൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ
ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ കുരുവിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇത് ഈ ഒരു കനത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനത്തെ ആപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്ലാസ് ജാറിലോട്ട് മാറ്റാം. ഈ ഒരു ഗ്ലാസ് ജാർ ഞാൻ കഴുകിയിട്ട് തുടച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ആപ്പിൾ കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചേക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ബ്രൗൺ കളർ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ ഉപ്പിലിടുന്നത് ആ ഒരു ടൈം മാത്രം കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നെടുകയൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു ടൈം ഞാൻ ഒരു 3 ടീസ്പൂണോളം വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അത് പോരാൻ തോന്നിയപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഒരു 5 to 6 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ആപ്പിൾ നന്നായിട്ട് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ആപ്പിൾ 2ാമത്തെ ദിവസം തൊട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതായത് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു ഉപ്പിലിട്ടത് ഉണ്ടാക്കിയത് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പൈനാപ്പിളൊക്കെ ഉപ്പിലിടില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഉപ്പിലിട്ടത് ഒരു 3-4 ദിവസം കൊണ്ട് കഴിച്ചു തീർക്കണം കേട്ടോ. നമ്മുടെ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടതുപോലെ തന്നെയാണ്. ഒരു 3-4 ദിവസം മാത്രമേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അടിഞ്ഞൊന്നും പോകത്തില്ല. പക്ഷേങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു ഗ്രീൻ ആപ്പിൾ ഉപ്പിലിട്ടത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഉപ്പിലിടുന്ന ടൈമിൽ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിയിട്ട് ഉപ്പിലിടാതിരിക്കാൻ വേണ്ടി നോക്കണം. കാരണം 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിന് വല്ലാത്തൊരു വ്യത്യാസം വരും. നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലാവും കേട്ടോ. അപ്പോൾ മാക്സിമം പോയാൽ ഒരു 3-4 ദിവസം അതിനപ്പുറം നിങ്ങൾ വെക്കരുത് കേട്ടോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിട്ടാലും മാക്സിമം പോയാൽ 3-4 ദിവസം, അതിനപ്പുറം നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത് ഒരു കുപ്പിയിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 കുപ്പികളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രീൻ ആപ്പിളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. ഉണ്ടാക്കി കഴിച്ചാലും നമുക്ക് ആ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഇന്ന് കാണിച്ച ഈ ഒരു ഗ്രീൻ ആപ്പിൾ ഉപ്പിലിട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ പോരാ, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻസിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.